അതുപോലെ തന്നെയുണ്ട്. സെയിം ഡേ കണ്ട അതിനെ നോക്ക്. ഒരേ ചായ ഒരേ രീതി. ഹായ് ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഓഷ്യാനോഗ്രാഫിക് എന്ന് പറഞ്ഞ യൂറോപ്പിലെ ബിഗസ്റ്റ് അക്വേറിയം ആണ്. യൂറോപ്പിലെ ദി ബിഗസ്റ്റ് അക്വേറിയം. യൂറോപ്പിലെ എല്ലായിടത്തും അക്വേറിയം ഉണ്ട്. അപ്പൊ യൂറോപ്പിലെ ബിഗസ്റ്റ് അക്വേറിയം എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്ക്, ഇതിന്റെ അകത്ത് കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഒട്ടും താല്പര്യമില്ലാത്ത ഒരു സംഭവം ഉണ്ട്, അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഡോൾഫിൻ ഷോ ഉണ്ട്. നമ്മുടെ വേദുമോന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? ഞാൻ ടർക്കിന്ന് വാങ്ങിയാണ്. ഫുൾ ഒരു മിക്കി മൗസും ഒരു അടിപൊളി ഷൂസ് ഒക്കെ ഇട്ട് സ്റ്റൈൽ അല്ലേ വേദു? ഉണ്ട്. ആൻഡ് ഐ ഹേർഡ് ദിസ് ഇസ് ദ ഓൺലി പ്ലേസ് വേർ ദേ ഹാവ് എ വെയിൽ. ഷാർക്ക് അല്ല, വെയിൽ ഉണ്ടെന്ന്. അപ്പൊ അടിച്ചു പൊളിക്കാം. ഇവിടെ ഐ ലവ് അക്വേറിയം. അപ്പൊ വേഗം വാ, നമുക്ക് ഡോൾഫിൻ ഷോ 2 മണിക്ക് തുടങ്ങും. ഇപ്പൊ ഓൾറെഡി 1:10 ആയി. വാ, ഇതിന്റെ സ്ട്രക്ചർ നോക്ക്. ഇതിന്റെ വെളിയിലത്തെ ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുക്കാം. ഇറ്റ് ലുക്സ് ലൈക്ക് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ അക്വേറിയംസ് ആയിരിക്കും സ്ട്രക്ചർ വെച്ച്. സ്റ്റണ്ണിങ് നോ? ബാ, ഇത് ഷാർക്കിന്റെ അകം. ബാ, കണ്ട വേദു ഷാർക്കിന്റെ സ്റ്റൊമക്ക്. ഓ ഹാപ്പി മോൻ, ഹാപ്പി മോൻ. ഓ എന്തൊരു സന്തോഷം. ആ ഷാർക്ക് ഇതേ കണ്ട, ഇതാണ് പ്രിയ ഷാർക്കിന്റെ കുടല്. ഇതിന്റെ അകത്തൊരു ഷാർക്ക് വേറെ ഷാർക്കിനെ കഴിച്ചിട്ടുണ്ട്. ബാബാ സമയമില്ല. ആ ഇതുകൊണ്ട് ഷാർക്കിന്റെ സൈസ് ഇത് കണ്ട, അടിയിൽ ഫുൾ ഷാർക്കും സ്റ്റിംഗ്രേ ഒക്കെ. ആ ലിഫ്റ്റിൽ നിന്നുള്ള വ്യൂ. ദിസ് ഈസ് ഗോയിങ് ടു ബി അമേസിംഗ് പ്രിയ. all three of us love this. ഇത് നോക്ക് പ്രിയ, കുട്ടി കുട്ടി ഷാർക്കുകൾ മൊത്തം. നൈസ് ആണോ വേദു? വേദുവിന് ഇഷ്ടമാണോ? എനിക്കൊന്ന് നമ്മുടെ ഫോണിന്റെ അടിപൊളിയാണ്. നന്നായി ഫോൺ വാങ്ങിയത്, അല്ലെങ്കിൽ ഇതൊക്കെ ഇരുട്ടായി പോയനെ. ഇതെന്തൊക്കെയോ ഡോട്ടഡ് ഷാർക്ക്, ടൈഗർ ഷാർക്കാന്ന് തോന്നുന്നു. ആ പോകുന്നത് ഹാമർ ഹെഡ് എന്ന് പറയാം അതിന്. ഇതേ പോന്നു. വേദു പേടിച്ചു പോയി. സിൽവർ കളറോ? ബൈ ഷാർക്ക്. പ്രിയ, ഇതേ ഒരു ബിൽഡിംഗിനകത്തല്ല, ഇങ്ങനെ നടന്ന് പോണം. മൾട്ടിപ്പിൾ ബിൽഡിംഗ്സ്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി സംതിങ് റിയലി ഹ്യൂജ്. യൂറോപ്പിലെ ബിഗസ്റ്റ് എന്ന് പറയുമ്പോ ആ ഒരു ക്വാളിറ്റി കാണിക്കണ്ടേ? ഇതിപ്പം കണ്ട, നടന്നു പോകുമ്പോഴും വെള്ളമൊക്കെ വീണുകൊണ്ടിരിക്കുന്നു. ആൻഡ് അവിടെ പോകുമ്പോൾ ഓരോ സെക്ഷൻ ആയിട്ടാണ്. പക്ഷേ ഈ സെക്ഷൻ നമ്മൾ മിസ് ചെയ്യരുത്. ഡോൾഫിനിൽ കറക്റ്റ് നമ്മൾ 2 മണിയാകുമ്പോൾ എത്തണേ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാണാം. ആദ്യം നമുക്ക് ഇതൊന്ന് കാണാം. എന്തായാലും ജെല്ലി ഫിഷിന്റെ സ്ഥലങ്ങളാണ്. ജെല്ലി ഫിഷിന്റെ ഭംഗി കാണണമെങ്കിലേ കണ്ട, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ജെല്ലി ഫിഷ്. നോക്ക്, ഫ്ലവർ പോലെ ഇല്ലേ? എന്താ അല്ലേ അണ്ടർ വാട്ടർ മിറാക്കിൾസ് ഓഫ് ദ വേൾഡ് ഇതൊക്കെ. ഓ ഇത് നോക്കാം. അതാ പറഞ്ഞ കണ്ട വേദു. ഞാൻ ചിലപ്പോ പോവും. ഇത് നോക്ക്, ഇത് നോക്ക് പ്രിയ. ഇതിന്റെ ഇത് കണ്ടോ, കുറെ ടെന്റിക്കിൾസ് പോലെയുണ്ട്. ഇത് അഴുക്കല്ല, അതിന്റെ എന്തൊക്കെയോ കാലൊക്കെയാ. This is so amazing, no? This looks like Avatar. വേറെ പ്ലാനറ്റ് പോലെ ഇല്ലേ? ഓ ഇതെന്താന്നറിയ പ്രിയ, ഈ മെഡിറ്ററേനിയൻ റീജിയനിലെ ഫിഷസ് ആണ് ഇതൊക്കെ. അതിനാണ് ഈ മെഡിറ്ററാനോ എന്ന് പറയുന്നത്. സോ കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിഷ് ഉണ്ട്. ക്രാബ് ഉണ്ട് ഇതിന്റെ അകത്ത്. ഫിഷുകളുടെ മുഖം കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നോക്ക്, നമ്മള് കൊഞ്ഞിടം കാണിക്കുന്ന പോലെ ഇല്ലേ? ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. എനിക്കത് അണ്ടർ വാട്ടറിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയുള്ള സാധനം ഇതാണ്, കോറൽസ്. എന്ത് രസമല്ലേ കോറൽസ്, അമേസിങ് കോറൽസ്. പക്ഷേ ഇപ്പൊ പൊല്യൂഷൻ കാരണം നശിഞ്ഞുകൊണ്ടിരിക്കുവാണ്. ദേ ആർ ലിവിങ് ക്രീച്ചേഴ്സ്, ദേ ഗ്രോ. ഇത് നോക്ക്, ഈ ഫിഷിന്റെ മുഖം നോക്ക് പറയാ. ഗോൾഡ് ഫിഷ് വിത്ത് കൊമ്പ്. ഇതൊക്കെ ഗോൾഡ് ഫിഷ് പോലെ ഇല്ലേ? നൈസ് ആണോ വേദു? ആ
baby fish. The whole area is like, see, just show the whole area. ഇതുണ്ട്, ഇതൊക്കെ ഇങ്ങനെ അക്വേറിയം ആണ്. അത് ജസ്റ്റ് ഒരു സ്മോൾ ഏരിയ ആണ്. ഇത് നോക്ക് പ്രിയ, ഇതെന്താണെന്നറിയോ, അവരെ മേളിൽ നിന്നും ലൈറ്റ് വിടുന്നുണ്ട്, നാച്ചുറൽ ലൈറ്റ്. സോ ദ ഫിഷ് വിൽ ഫീൽ ലൈക്ക് ദർ ഇൻ ദർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. കണ്ടോ മേളിൽ ആ ഫിഷിനെ നോക്ക്, കൊമ്പ് പോലെയുള്ളൂ, കുറെ മുള്ളൊക്കെ ഉണ്ട്. ഇത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു. നമ്മൾ ദുബായ് അക്വേറിയം പോലെ ഇത്രയും ക്ലിയർ അല്ല. അതെങ്കിൽ നീ കുറെ നാച്ചുറൽ ലൈറ്റിംഗ് ചെയ്യുന്നുണ്ട് അവര്. അതെന്താ അത്? ഏത്? അത് മാറിയിരിക്കുന്നേ, പിണങ്ങിയിരിക്കുക നമ്മളെ പോലെ. ഇടയ്ക്ക് പ്രിയ മാറിയിരിക്കാറില്ലേ? ഷാക്കാണോ? എന്തോ ഒരു ഐഡിയ ഇല്ല എനിക്ക്. സ്റ്റിംഗ്റേ, ലോബ്സ്റ്റർ. പ്രിയ പിടിക്ക് പ്രിയ, നന്നായി ബട്ടർ ഗാർലിക് സോസ് ഇട്ട് കഴിക്കാം. കണ്ടാ, ഞാൻ വിചാരിച്ചുള്ളൂ ഇതിൽ എന്തെങ്കിലും പറയുന്നു. ലോബ്സ്റ്ററിനെ കാണിച്ചാലോ? ദേ ക്രാബ് ചെയ്തു. ക്രാബ് കണ്ടോ വേദു? പക്ഷെ ഒരു കാര്യം പറയണം, when you watch this on screen it will be amazing. ഈ ഫോൺ അടിപൊളി 13 Pro. ആ സെയിം ഫീലിംഗ് ഉണ്ട്. ഞാൻ ക്യാമറ കൂടെ അല്ലേ കാണുന്നത്, എന്റെ കണ്ണുകൾ ക്യാമറയാണല്ലോ. പിടിച്ചോടാ വേദുനെ, പിടിച്ചോടാ. വേദു so lucky, no? ചെറിയ പ്രായത്തിൽ ഇത് ഫുൾ കാണാൻ പറ്റുന്നു. ബാ പ്രിയ, അക്വേറിയം മാത്രമല്ല മറ്റേ ബേർഡ് സാങ്ച്വറി എല്ലാം ഉണ്ട് ഇതിന്റെ അകത്ത്. ഇതായിരിക്കും ഏവറി. ഇതേ അതാണ് ഏവറി. കണ്ട, അതിന്റെ അകത്ത് ബേർഡ്സ് ഉണ്ട്, വലിയ ബേർഡ് കേജാ. ഡക്കും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, പോണ്ടൊക്കെ വെച്ച്. ഇതൊരു അക്വേറിയം ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് എ ഫോറസ്റ്റ്, ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ്. നോക്ക് പ്രിയ, ക്രെയിൻ ഒറ്റക്കാലില നിക്കുന്ന കേട്ടോ. എല്ലാം യോഗാസന, എല്ലാം ഒറ്റക്കാലില നിക്കുന്നത്. അതെന്താ അങ്ങനെ? എനിക്കൊന്ന് ഒരു കാലം ടയർഡ് ആയി കഴിയുമ്പോ മറ്റേ കാലം എടുക്കുമായിരിക്കും. രണ്ടു കാലം നിക്കുന്നതല്ലേ? ശരിയാണ്. അതെന്താ അതിന്റെ ലോജിക്ക്? അത് ആരെങ്കിലും കമന്റ് ചെയ്യും. ഇനിയിപ്പോ ഗൂഗിൾ ചെയ്യൊന്നും വയ്യ. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയാം. എല്ലാവർക്കും ആർക്കെങ്കിലും ഒക്കെ അറിയായിരിക്കും ഉറപ്പാ. കണ്ട വേദു ക്രെയിനെ? അയ്യോടാ, അത് ഉറങ്ങുക. എനിക്കൊന്ന് ഉറങ്ങുന്നുണ്ടോ ഒറ്റക്കാലിൽ നിൽക്കുന്നതെന്ന്? ഉറങ്ങാത്തതും ഒറ്റക്കാലിൽ നിൽക്കുന്നുണ്ട്. ഉറങ്ങണ നോക്ക്, തല തിരിച്ചിങ്ങനെ മേത്ത് വെച്ചോണ്ട്. പില്ലോ, എന്തൊക്കെയല്ലേ നേച്ചേഴ്സ് മാർവൽ. നോക്ക്, ഉറങ്ങുന്ന നോക്ക് പ്രിയ. സീല് കണ്ട, വെള്ളത്തിന് അടിയിലായി പോയി. അതാ തല പൊക്കി വെക്കുന്നുണ്ടാ? അവിടെ നോക്ക്, തല പൊക്കി വെക്കുന്നു സീലിന്റെ. എന്തൊരു സെറ്റിംഗ് അല്ലേ ഈ ഒരു അക്വേറിയത്തിന്റെ. ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. സാധാരണ ഒരു അക്വേറിയം മാത്രം ഇത്. ദിസ് ഈസ് ലൈക്ക് ഔട്ട്ഡോർസും ഇൻഡോർസും. ഇത് മൊത്തം എനിക്ക് തോന്നുന്നു ഒരു 10 ഏക്കർ ഉണ്ടാവും അല്ലേ? കാണാൻ സാധ്യതയുണ്ട്. അടി പോയി അത്. ബാ, ഇതില് ടോട്ടോയ്സ് ഉണ്ട്. കുട്ടി ടോട്ടോയ്സ് ഉണ്ട്. നല്ല കളർ കേട്ടാ. എല്ലാരും എന്ത് സമാധാനത്തോടെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കുന്നതില്. ബേർഡ്സ് ഉണ്ട്, ഫിഷസ് ഉണ്ട്, ടോട്ടോയ്സ് ഉണ്ട്. ഒരു കുറ്റം പരാതിയോ അല്ലേ? ഒന്നുമില്ല. ഈ ബേർഡ് കൊള്ളാമല്ലോ പ്രിയ. ഇതെന്ത് ബേർഡാവോ? ഇതും അങ്ങനെ തന്നെ ഉറങ്ങുന്ന കേട്ടോ, തല തിരിച്ചാ ഉറങ്ങുന്നത്. അതിന്റെ വേറെ കളറാന്ന് തോന്നുന്നു. അല്ല, ഇത് പക്ഷെ ഇത് ഒരു കാലില നിക്കുന്നത്. കണ്ടോ, തല തിരിച്ച് ഉറങ്ങുന്നത്. വേദം അടുത്ത് നിന്നാ കടിക്കും കേട്ടാ. ഇത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന നോക്ക് പ്രിയ, ജെല്ലി ഫിഷിനൊക്കെ വെച്ച്. അതിന് ഇവിടെ ഇന്നത്തെ 7 റെസ്റ്റോറന്റും കണ്ടുണ്ട്. ഞാൻ എൻട്രൻസ് ഫീസ് പറഞ്ഞില്ല. നമുക്ക് രണ്ടുപേർക്കും കൂടെ, ഇത് ഒരു സയൻസ് മ്യൂസിയം ഉണ്ട്, രണ്ടും കൂടെ 5500 രൂപയുള്ളൂ. വേദുവിനില്ല, 4 വയസ്സുള്ള താഴെവർക്ക് ടിക്കറ്റ് ഇല്ല. 5500 നോട്ട് ദാറ്റ് എക്സ്പെൻസീവ് ഫോർ സച്ച് എ വണ്ടർഫുൾ പീസ് ഓഫ് പ്ലേസ്. നോ നോ നോ, അയ്യടാ, ഫുഡിന് ഇവിടെ ഒരു 5000 രൂപയോ, അത് വേറെ കാര്യം. ഇത് കണ്ട, അങ്ങനെ ഓരോ സ്ഥലത്ത് റെസ്റ്റോറൻറ്റ്സാ. ഇതിപ്പോ നമുക്ക് ജെല്ലി ഈ ടോട്ടോയ്സിനെ കണ്ടുകൊണ്ട് കഴിക്കണമെങ്കിൽ ഇവിടെ, അതുപോലെ തന്നെ എനിക്കൊന്ന് അക്വേറിയത്തിനകത്തും കണ്ടുണ്ട്. അത് കണ്ടുകൊണ്ട് കഴിക്കാൻ അതായിരിക്കും ഏറ്റവും എക്സ്പെൻസീവ്. എന്ത് നോക്കാൻ? ഷാർക്കല്ല, അത് വെയിലാ. കണ്ട, ഞാൻ പറഞ്ഞില്ലേ വെയിലുള്ള സ്ഥലമാണ്. വെയിലും ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും നമുക്ക് ഡോൾഫിൻ ഷോ കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ഞങ്ങളെ കാണിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഡോൾഫിൻ ഷോ സ്കിപ്പ് ചെയ്യാം അല്ലേ? ബെലൂഗാസ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് വേൾഡിലെ ക്യൂട്ടസ്റ്റ് വെയിലുണ്ട്. ഒരു വെയിലിന്റെ സ്പീഷിയാ. അത് ഓൺലി പ്ലേസ് വെർ യു ക്യാൻ സീ ഇൻ ഒരു അക്വേറിയം ഇസ് ദിസ് പ്ലേസ്. എ വെയിൽ, നോട്ട് എ ഷാർക്ക്, ഇറ്റ്സ് എ വെയിൽ. ഡേ ഇതുപോലെ ഇരിക്കും. Even I haven't seen. Dude, my God, this is
നോട്ട് ഓൺലി സ്കാരി, ദിസ് ലുക്സ് സോ അൺറിയൽ. ജുറാസിക് വേൾഡിലെ വലിയ ഷാർക്ക് വന്ന് കഴിക്കില്ലേ? ആ, ശരിക്കും ഒരു ഫിഷിന്റെ സ്മെല്ല് വരുന്നുണ്ട്. ഇത് നോക്കിക്കേ അവർ ചെയ്തിരിക്കുന്നത്. ഇത് ആർട്ടിക് സോൺ ആണ്. സോ തണുപ്പുള്ള സ്ഥലങ്ങളിലെ ആനിമൽസും ബേർഡ്സ് ഒക്കെയാണ് ഇവിടെ വെച്ചത്. ഇതേ വെയിൽ പോകുന്ന സ്പീഡ് ഉണ്ടോ? അൺബിലീവബിൾ നോ? ഇവിടെ നിന്ന് നോക്കാം ആദ്യമേ. നോക്ക് പ്രിയ, നോക്ക് പ്രിയ, വെയില്. Amazing, no? What a beautiful creature. Shit. Sure. I feel like touching it. I feel like swimming with it. പാവമായിരിക്കും അത്, ഉറപ്പാ. അപ്പം താഴെ പോയാൽ ക്ലിയർ ആയി കാണാം. എൻ്റെ ഇടയ്ക്ക് കണ്ട ഇതെനിക്കൊന്ന് ക്ലീനിങ് ഒക്കെ ചെയ്യാൻ തോന്നുന്നു, സ്കൂബ ഡൈവിങ് ചെയ്തുകൊണ്ട്. അവർ വേസ്റ്റോ ക്ലീനിങ്ങോ ഫിഷിന് ഫുഡ് കൊടുക്കോ എല്ലാം ഇതുപോലെയാണ് ചെയ്യുന്നത് അക്വേറിയത്തിൽ. സോ ഇഫ് യു വണ്ടർ എങ്ങനെയാണ് ഫിഷുകളൊക്കെ ഫീഡ് ചെയ്യുന്നതെന്നോ ക്ലീൻ ചെയ്യുന്നതൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്കൂബ ഡൈവിങ് ചെയ്തിട്ടാണ്. കണ്ട കല്ലിൻ്റെ ഇടയിൽ നിന്ന് കഴുക്കെടുക്കുക. ഇത് ആക്ച്വലി ആർട്ടിക് സീസ്, തണുപ്പുള്ള സീൻ്റെ അടിയിൽ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെയാണ് ആ ടെമ്പറേച്ചറും ആ ഒരു ലെവലിലാണ് അവർ ചെടികളൊക്കെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. തണുത്ത സീ ഇല്ലേ, ആർട്ടിക് സീ, അന്റാർട്ടിക്കയുടെ അടുത്തൊക്കെ, അതുപോലെ തന്നെ സീയുടെ സെയിം ആനിമൽസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതുകൊണ്ട് അതേ പെൻഗ്വിൻസ് കണ്ടാ, ആ പെൻഗ്വിനാ നീന്തുന്നത്. ഇത് അപ്പുറത്ത് പോയി വാ 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 പ്രിയ, ദേ പ്രിയ. ഈ വെയിൽസിന്റെ മെയിൻ ഫുഡ് പെൻഗ്വിനാ. നോക്ക് നോക്ക്, കുട്ടി പെൻഗ്വിൻസ്. ഇത് പെൻഗ്വിന്റെ കാലാ, എന്താ നോക്ക് പ്രിയ. ഒരെണ്ണമല്ല കേട്ടാ, സച്ച് എ ക്യൂട്ട് ഫിഷ്. നോ, ആദ്യമായിട്ടാണ് വെയിലിനെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഇറ്റ് ലുക്സ് ലൈക്ക് സം ഏലിയൻ ആക്ച്വലി. ദേ വൈറ്റ് കളറും അടിപൊളി സാധനം. ആൻഡ് ഐ തിങ്ക് സോ ദീസ് സിങ്സ് ഓൾസോ. ഇത് പാടും. എന്ത് പാട്ടാ? ഫ്രീ വില്ലി. നോക്ക് നോക്ക് പ്രിയ, സ്റ്റണ്ണിങ് ക്രീച്ചേഴ്സ്. നോ, സ്റ്റണ്ണിങ്. ഇതിന്റെ പുറകെ ഞാൻ ഓടുകയാണ്, അതുകൊണ്ടാണ് ക്യാമറ കുറച്ച് ഷേക്ക് ആയാലും ക്ഷമിക്കണം. നിങ്ങൾ ഓഡിയോയും വീഡിയോ ഒക്കെ കമന്റ് ചെയ്യണേ, ഞാൻ നിങ്ങളുടെ കമന്റ്സിന് എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. നോക്ക് നോക്ക്, ചിരിക്കുന്നു ലോകം. എല്ലാവരും എക്സൈറ്റഡ് കണ്ട. വേദു അടിപൊളി ഹൈഫൈ താ വേദു. ആ വെയിൽസ് പാവാ. ഇൻഫാക്ട് വെയിൽസ് ഒരുപാട് പേരെ സേവ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നത്. എന്താ അടിപൊളിയാന്ന് അറിയോ, ഡോൾഫിനൂടെ കളിക്കുന്നത് കണ്ടോ വേദു? ക്ലാപ്പ് വേദു, ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്. ഡൺ എന്ന് പറ, ഗുഡ് എന്ന് പറ.
പറ്റാത്തതുകൊണ്ട് ബാക്കിൽ പോയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ബാക്കിൽ പോയിരിക്കുക. നൈസ് അല്ലേ ഇത്? ഡോൾഫിൻ ജമ്പ് ചെയ്തോ? ആ എങ്ങനെയുണ്ടായിരുന്നു? യു ലവ് സച്ച് തിങ്സ്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഡോൾഫിൻസ് ഇവരായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാ. ഓരോരുത്തർക്കും ഓരോ ഡോൾഫിനാ. ഞാൻ എന്റെ മനസ്സുകൊണ്ട് വിചാരിക്കുകയും ചെയ്തു ഞാൻ സ്വിമ്മിംഗ് ഒക്കെ ചെയ്ത് പഠിച്ച് ഡോൾഫിൻ ട്രെയിനിങ് പോയാലോ. ഡോൾഫിൻ അതിനും കൂടെ കുറവേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോൾഫിൻ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അടിപൊളി ഷോ ആയിരുന്നു കേട്ടോ. എന്തൊരു അനുസരണയാണ് അല്ലേ? അനുസരണല്ല, സ്നേഹം ഭയങ്കര. അത് എങ്ങനെ എത്ര പ്രാവശ്യം കിസ് ചെയ്തെന്ന് അറിയോ ആ ട്രെയിൻ ചെയ്യുന്ന ആള്? അടുത്തത് ഷാർക്സ് പ്രിയ. വെയില്, ഷാർക്ക്, ഡോൾഫിൻ, 3 മെയിൻ ക്രീച്ചേഴ്സ് ഓഫ് ദ സീ. ഇവിടെ പക്ഷെ ഒരുപാട് വെറൈറ്റി ഷാർക്സ് ഉണ്ട്. പക്ഷെ ഷാർക്സ് ഒന്നും ഇങ്ങനത്തെ ഫിഷിനെ കഴിക്കുന്നില്ല. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. അത് ഫിഷിന്റെ ഐസ് കണ്ടോ? ഷൈൻ ചെയ്യുന്നു. ഇവിടെ ഷാർക്സ് ചെറുതാണെങ്കിലും ഒരുപാട് ഷാർക്സ് ഉണ്ട് ഇവിടെ. അല്ല അല്ല എല്ലാം ഷാർക്ക് കണ്ടാ അറിയാലോ. ഒരുപാട് ഷാർക്സ് ഉണ്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ ഷാർക്സ് ആണെങ്കിലും. എനിക്ക് ഇവിടുത്തെ ക്ലാരിറ്റി ആണ് ഇഷ്ടപ്പെട്ടത്. ലിറ്ററലി യു ഫീൽ ലൈക്ക് ഇവിടുത്തെ ഡിസൈനിൽ യു ഫീൽ ലൈക്ക് യു അണ്ടർ വാട്ടർ. ഗ്ലാസ് ക്ലീൻ ഒരു കർവേച്ചർ ഒക്കെ കൊടുത്ത് ചെയ്തുകൊണ്ടായിരിക്കും ദൈവം സ്പീഡിൽ വന്നു. വിശന്നിട്ട് ഓടുവെന്ന് തോന്നുന്നു. And that's not even the biggest whale, it's a small whale. Yeah, but still it's so fat. ബാക്കി നോക്ക്. ഇത് പക്ഷെ കോമൺ കാര്യമാണ്. എല്ലാ അക്വേറിയത്തിലും ഉണ്ട് ഇങ്ങനത്തെ ഒരു വാക്ക് വേ പോലെ. പക്ഷെ എത്ര കണ്ടാലും മതിയാവാത്ത ഒരു കാഴ്ചയാണ് ഇങ്ങനത്തെ ഒരു വാക്ക് വേ. കണ്ടോ ഇത് ഷാർക്ക്? കണ്ട നെറ്റ് എന്തിനാ വെച്ചിരിക്കുന്നതെന്ന് അറിയോ പ്രിയ? പുതിയ ഫിഷിനെ അതിലായിരിക്കും അവരിറക്കുന്നത്. ആ വെള്ളമൊക്കെ ഒന്ന് യൂസ്ഡ് ആവാനായിട്ടും ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് അവർ ഓക്കെ ആവുന്നുണ്ടോ എന്നൊക്കെ. കണ്ട ഫോർ എൻക്ലോഷർ ഫോർ ഫിഷ് എക്ലമറ്റൈസേഷൻ പോലെ. അടിപൊളി അല്ലേ? ദേ ആർ ആക്ച്വലി നോട്ട് അക്വേറിയം, ദേ ലൈക്ക് എ മെറൈൻ റിസർച്ച് ആൻഡ് കൺസർവേഷൻ. ഈ ഒരു സ്ഥലം ഇത് ആക്ച്വലി ഓരോ സീ അനുസരിച്ചാണ് അവർ അക്വേറിയം ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ പസഫിക് ആണ്. നമ്മൾ ആർട്ടിക്കിൽ പോയി, പസഫിക്കിൽ പോയി, മെഡിറ്ററേനിയനിൽ പോയി, അങ്ങനെ ഓരോ സീ ഓഷൻ അനുസരിച്ചാണ് അവരിവിടെ ആ പേരും കൊടുത്തിട്ടുണ്ട്. ആ ലെവലിലാണ് ഒരു അക്വേറിയം ചെയ്തിരിക്കുന്നത്. സോ വെള്ളമൊക്കെ ആ ടെമ്പറേച്ചർ ആയിരിക്കും. അത് ഓരോ സ്ഥലത്ത് മാറിക്കൊണ്ടിരിക്കും. പ്രിയ കണ്ട ക്രോക്കഡൈല് ഉറങ്ങുക, ഉച്ചർക്ക. ചെറിയ ക്രോക്കഡൈല. നമ്മളെ ദുബായ് കണ്ടത് എന്തായിരുന്നു? അത് ഇതിനെ നമുക്ക് വേണമെങ്കിൽ വീട്ടിലെടുത്ത് വളർത്താം അല്ലേ? അതെ. വേദു കണ്ട ക്രോക്കഡൈലിനെ? ഇത് ബേബി ക്രോക്കഡൈലാ വേദു. ആ പക്ഷെ കടിക്കും കേട്ടോ. എന്നാലും സ്ലീപ്പിംഗ്. ബാ. ഇത് സ്റ്റാച്ചു അല്ലല്ലോ അല്ലേ? അല്ല അല്ല അല്ല. അനങ്ങാതെ കിടക്കുന്നു. ഈ അക്വേറിയത്തിനെ പോലെ തന്നെ അമേസിംഗ് ആണ് ഇവിടുത്തെ സ്ട്രക്ചർ. ഇതൊരു റെസ്റ്റോറന്റ് ആണ്. ഇത് നമ്മുടെ മെയിൻ ആ കയറി വന്നൊരു ഹാള്. എവറിത്തിങ് ലുക്സ് ലൈക്ക് എ വെരി ഫ്യൂച്ചറിസ്റ്റിക് പ്ലേസ്. ഇറ്റ് ഡസന്റ് ലുക്ക് ലൈക്ക് എൻ അക്വേറിയം അല്ലേ? ഒരു ഫ്യൂച്ചറിൽ പോയ പോലെ ഇല്ലേ? ഇത് നോക്ക്, ഡോം എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് അക്വേറിയത്തിന്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ഒരുപാട് നടക്കാനുണ്ടല്ലോ. സാധാരണ നമ്മൾ ഒറ്റ ഹാളിലല്ലേ അക്വേറിയം കണ്ടിരിക്കുന്നത്. നടക്കുമ്പോൾ ബോറടിക്കാതിരിക്കാൻ തന്നെയാണെന്ന് തോന്നുന്നു ഇതുപോലെ പോണ്ടും പൂൾസും ഒക്കെ വെച്ചിരിക്കുന്നത്. അടിപൊളി അല്ലേ? ആ നമുക്ക് ഇതിൽ നടക്കുമ്പോ തന്നെ ഒരു ഫീലാ. ഒരു കാട്ടിക്കൂടെ പോയ എനിക്ക് ഫ്യൂച്ചർ ഏതൊരു വേറെ പ്ലാനറ്റിൽ പോയ ഫീലാണ് ഈ ബിൽഡിങ്സിന്റെ സ്ട്രക്ചർ ഒക്കെ കണ്ടിട്ടേ. അതുപോലെ തന്നെ അണ്ടർ വാട്ടറിലെ ജെല്ലി ഫിഷും അതൊക്കെ ഇതെല്ലാം ആർട്ടിഫിഷ്യൽ പോണ്ട്സും ലേക്സും ഒക്കെ അല്ലേ? ഫുൾ പാർക്കിൽ ഇങ്ങനെയാ അവർ ചെയ്തിരിക്കുന്നത്. മസ്റ്റ് വിസിറ്റ് ആണ് വലൻസിയയില് അല്ലേ? മസ്റ്റ് വിസിറ്റ്. യൂറോപ്പിലെ ബിഗസ്റ്റ് അക്വേറിയം. വേദുനെ നോക്ക്. വേദു അടിപൊളിയാണ് ഡ്രസ്. വേദു എന്തിനെ കണ്ടില്ല? വേദു എല്ലാത്തിനെയും കണ്ടല്ലോ. വേദുവിനും കൂടെ ഒരു മൈക്ക് വേണ്ടി വരും ഇനി. ഭയങ്കര സംസാരമാണ്. വേദുവിന്റെ ഒപ്പീനിയൻ പറയണ്ടേ? അതെ. കാറ്റ് കൊള്ളാനിരിക്കുക, ഉണങ്ങാതിരിക്കാൻ തോന്നുന്നു തണുപ്പത്തെ. അത് ഉണക്കാന്ന് തോന്നുന്നു. നമ്മള് തുണി ഉണക്കുന്ന പോലെ. എങ്ങനെയാ കാണിച്ച അതുപോലെ തന്നെയുണ്ട്. എന്താ സെയിം ദേ കണ്ട അതിനെ നോക്ക്.
ഒരേ ചായ ഒരേ രീതി. പിന്നെ വാ എന്താ വേദു എങ്ങനെ വേദു എങ്ങനെയാ കാണിച്ച ബേർഡ്? അമ്മയും കൊള്ളാം വേദവും കൊള്ളാം. അങ്ങനെയാണോ? കണ്ടുപിടിച്ചോളൂ. നീ അങ്ങനെ കാണിക്കും വീട്ടിൽ പോയി. നേരത്തെ നോക്ക് വേദു ഡക്കാന്ന് പറഞ്ഞപ്പോ പറയണേ അത് ഡക്കല്ല ഗൂസല്ലേന്ന്. എന്തിനല്ലാത്തിനും ഒരു ഒപ്പീനിയൻ. ഇതെന്താ പ്രിയ ഇത്? സൈസ് നോക്ക്. ഇത് എന്താ ഇതിന്റെ പേര് ഞാൻ മറന്നു. സ്റ്റോക്ക് തന്നെയാണോ? സ്റ്റോക്ക് എന്നാ പറയുന്നത്. ആ പെലിക്കൻ. സോറി. യാ ഇറ്റ്സ് എ പെലിക്കൻ. യാ ഹ്യൂജ് നോ. ഇത് നമ്മളെ ഓടിച്ചാൽ നമ്മളെ ജീവനം കൊണ്ട് ഓടും പേടിച്ചിട്ട്. പെലിക്കൻ ഞാൻ കണ്ടിട്ടുണ്ട്, ടിവിയിലാന്ന് തോന്നുന്നു. പക്ഷെ അതിനെ കണ്ട ആ ഒരു വാഴയുടെ അടിയിൽ കണ്ട അതിലെ അത് ഫിഷ് സ്റ്റോർ ചെയ്യോ അത് പ്രിയ? അത് സഞ്ചി പോലെയാ. ആരുടെ? കൊരങ്ങന്മാര് ചീക്കില് ഇത് സ്റ്റോർ ചെയ്യില്ലേ? വായ്ക്കുള്ളിൽ ഇപ്പുറത്തും അപ്പുറത്തും തള്ളി വെക്കും. അതുപോലെ തന്നെ ഇതും അത് തന്നെ ബാഗ് പോലെയാ. ഇതുണ്ട്. ഇതാ പറഞ്ഞ ഓരോ ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുക. ആർട്ടിക് കണ്ടു, പസഫിക് കണ്ടു, മെഡിറ്ററേനിയൻ കണ്ടു, ഇനിയിപ്പോൾ ട്രോപ്പിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏരിയയും അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്ക ആ ഒരു സൈഡൊക്കെ. പ്രിയ ഇനി നമ്മുടെ ട്രോപ്പിക്കൽ ഫിഷ് നല്ല കളർഫുൾ ആയിരിക്കും. ബാ ഏത് വേദു തന്നെ എല്ലാം കാണിച്ചു തരുവാ. ഡക്കിനെ കാണിച്ചു തന്നു, ടോട്ടോയ്സെ കാണിച്ചു തന്നു അല്ലേ? ഇത് നോക്ക് വേദു, സ്ക്വിഡ്. ഇതിനാണ് നമ്മൾ വെട്ടി അടിക്കുന്നത്, നമ്മുടെ ഫേവറേറ്റ് ഫുഡ്. ഇത് നോക്ക് പ്രിയ, സ്പൈഡർ. ഇതൊക്കെ ട്രോപ്പിക്കൽ സ്ഥലങ്ങളിലല്ലേ കാണുക. ഇത് കടിച്ചാൽ വേദു സ്പൈഡർമാൻ ആവും. പ്രിയ ദിസ് ഇസ് ദ സൈസ് ഓഫ് എ റിയൽ ക്രാബ്. ജാപ്പനീസ് ക്രാബ് ഏതുവാ? ജാപ്പനീസ് സ്പൈഡർ ക്രാബ്. ഫുൾ എല്ലായിരിക്കും. ഏറ്റവും ബെസ്റ്റ് ക്രാബ് മീറ്റ് എവിടെയാണെന്ന് അറിയാം? ഭയങ്കര ടേസ്റ്റി. അലാസ്കൻ ക്രാബ് ഉണ്ട്, ഭയങ്കര എക്സ്പെൻസീവാ. അത് എപ്പോഴെങ്കിലും കഴിക്കണം. ലോബ്സ്റ്റർ അവർ പീൽ ചെയ്തല്ലേ തരുന്നത്. ഇത് കണ്ടോ, ട്രോപ്പിക്കൽ ആയപ്പോഴേക്കും കളർ ഡിഫറൻസ് കണ്ടോ? ഫുൾ ഓഫ് കളർ ആൻഡ് ലൈഫ്. നമ്മുടെ നാട് പോലെ. ഇന്ത്യ ആണല്ലോ ഏറ്റവും കളർഫുൾ കൺട്രി ഇൻ ദ വേൾഡ്. അത് ഫുഡിലാണെങ്കിലും ഡ്രസ്സിലാണെങ്കിലും എല്ലാത്തിലും, മൂവീസിലാണെങ്കിലും. അത് ഇവിടുത്തെ സീ ലൈഫിലും അറിയാൻ പറ്റും. അതെ. ഇവിടുന്ന് ബോൾ എറിയുമ്പോ അത് കടിക്കാൻ നോക്കുന്നു. അതിന്റെ വിചാരം ഇവിടുന്ന് കളിക്കാൻ വിളിക്കുവെന്നാ. കണ്ട നിങ്ങൾക്കൊരു ടാസ്ക് ആണ്. ഈ ഷ്രിമ്പിനെ എനിക്കും ബ്രേക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് ഉണ്ടോന്ന് നിങ്ങൾ തന്നെ എവിടെയെങ്കിലും നോക്കുക, എവിടെയുള്ളതെന്ന്. ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രീൻഷോട്ട് അയച്ചു തരാം. ഞങ്ങൾ എത്ര നോക്കിയിട്ടും കാണുന്നില്ല. അവള് നോക്കിയല്ലോ കുറെ നേരമായിട്ട്. ഇല്ലാന്ന് തോന്നുന്നു, വെറുതെ പറ്റിക്കലായിരിക്കും. ഫൈനലായിട്ട് ഇതും കൂടെ ഒന്ന് കാണിക്കാൻ പറയാ. നമ്മളെ ഓടിപ്പോയി ഇത് കാണിക്കാൻ പറ്റിയില്ല. ഇത് ആക്ച്വലി വെറ്റ്ലാൻഡ്സിന്റെ പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, ഒരു സ്വാമ്പ് പോലെ. ആൻഡ് ടെമ്പറേച്ചേഴ്സും അവരെങ്ങനെ കൺട്രോൾ ചെയ്യുന്നു അറിയില്ല. മേ ബി വെള്ളം വെച്ചായിരിക്കും. പക്ഷെ ഒരുപാട് നല്ല കിളികളൊക്കെ ഉണ്ട്. കണ്ട റെഡ് കളർ കിളികൾ എല്ലാം. മറ്റേ ഈ ക്രെയിന്, സ്റ്റോക്ക് എല്ലാം അങ്ങനത്തെ ബേർഡ്സ് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത്. ദിസ് ഇസ് സ്റ്റണ്ണിങ്. മറ്റേ ദുബായിൽ ഇത് സെപ്പറേറ്റ് ആയിട്ടുണ്ടല്ലോ ബേർഡ് പാർക്ക് ഒക്കെ. പക്ഷെ ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഇറ്റ്സ് ടോട്ടലി വർത്ത് ദ എൻട്രൻസ് മണി. ആൻഡ് ഓൾ ബേർഡ്സ് ആർ ഫ്രീ ഓൾസോ. ലുക്ക് അറ്റ് ദ കളർ. യാ ബ്യൂട്ടിഫുൾ നോ? നോക്ക് ആ റെഡ് കളർ ബേർഡിനെയൊക്കെ. ബാബാ അടിക്ക് പോവാം. അടി പോയാൽ കറക്റ്റായി കാണാം. വേദു ഹാപ്പി ആണോ? വേദു ഹാപ്പി ആണോ? വേദു ഹാപ്പി ആണോ എന്ന് പറ. വേദു ഹാപ്പിയാണ്. ഇനി അത് നോക്കാൻ. എത്ര ബേർഡ്സാ? 1 2 3 5. അപ്പൊ 4 അവിടെ പോയി. 4 താഴെ. 4 പോവരുത് കേട്ടാ. 4ഉം ഓർമ്മ വേണം എപ്പോഴും. All these birds are so healthy looking also. ആ ഫിഷ് ഉണ്ടോ? അത് കണ്ടില്ല കേട്ടോ. ടോട്ടലി ഇറ്റ്സ് ലൈക്ക് എ സ്വാമ്പ്. ആ ഒരു സ്വാമ്പിലുള്ളാവുന്ന ഫിഷും മേളിൽ കുറെ ബേർഡ്സും. ഏതോ നമ്മളെ കൊത്തൂല. അത് കൊത്തി കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ. എനിക്ക് അതല്ല ടെൻഷൻ. അപ്പിടും. ഫുൾ അപ്പിയാ. ഇതാണ് നമ്മുടെ ഒരു ഒബ്സ്റ്റിക്കൽ റേസ് പോലെ. അപ്പി ചാടി പോണം. വേഗം പോവാൻ. ഒറ്റ പ്രാർത്ഥനയും ഓടിക്കോ. പക്ഷെ വലിയ തണുപ്പില്ല. വേഗം വേദന പിടിക്കേ. അയ്യോ വേദു
അപ്പി വീഴാതെ നോക്കിക്കാണ്. വീണ അമ്മയുടെ മേത്ത് വീണാൽ കുഴപ്പമില്ല, നമ്മുടെ മേത്ത് വീഴരുത്. അയ്യടാ എല്ലാരും ഓടുക, വീഴാൻ ചാൻസ് ഉണ്ടല്ലോ. അയ്യോ പോ വേഗം. അയ്യോ വീണത്തോണ്ട് എന്തൊക്കെയോ വീണേ. ഇതെല്ലാം വെള്ളത്തിൽ കുളിച്ചിരിക്കുമെന്ന് തോന്നുന്നു, അതെങ്ങനെ ഇരിക്കുന്നത്. എന്ത് രസം നോക്ക്, ഇത്രയും ക്ലോസ് ആയിട്ട് ബേർഡ്സിനെ കാണാൻ പറ്റുന്ന. സോ നൈസ്, സോ നൈസ്. അത് നോക്ക് ആരടാ നീ എന്നുള്ള ഒരു എക്സ്പ്രഷൻ അല്ലേ. നോക്ക് മുഖം നോക്ക്, എന്താ കാണിക്കുന്നത്? അതിന്റെ സെയിം പാർട്ടിയാ. ഗോഡ് ബ്ലെസ്. പ്രിയ ഇത് കണ്ട, ഇത് സീലല്ല, ഇത് സീ ലയൺസാ. ഇതിനെയും വെയില് കഴിക്കും. വെയില് ഷാർക്ക്, കില്ലർ വെയില് കഴിക്കും തോന്നുന്നു അന്റാർട്ടിക്കയിലൊക്കെ. നോക്ക് എന്ത് സൈസാ നോക്ക്. ഈ സീലിന്റെ മിൽക്കിനാണ്, സീലിന്റെ മിൽക്കിനാണ് ഏറ്റവും കൂടുതൽ ഫാറ്റ് കണ്ടന്റ് ഉള്ള മിൽക്ക് മാമൽസിന്റെ ഇടയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. കിടക്കുന്ന നോക്കത് എന്ത് ക്യൂട്ടായിട്ട് കിടക്കുന്നത്, വെയില് കപ്പി കിടക്കുക. ഇത് അവിടെ ഇരിക്കുന്ന വലുത് നോക്ക് പ്രിയ, ബാക്കില് കണ്ട വേദു. സീലെന്താ കാണിച്ചേ? സീൽ എങ്ങനെയാ കിടന്നേ? അങ്ങനെ കിടന്നാ. അപ്പൊ ഗൈസ്, ഇറ്റ് വാസ് സച്ച് അൺബിലീവബിൾ പ്ലേസ് അല്ലേ പറയാ. ഫസ്റ്റ് ടൈം വെയിലിനെ കണ്ട്, ഫസ്റ്റ് ടൈം ഡോൾഫിൻ ഷോ കണ്ടു. വേദു ഒട്ടും ക്രാങ്കി അല്ലായിരുന്നു, അതുകൊണ്ട് അടിപൊളിയായിരുന്നു അല്ലേ വേദു? ഇഷ്ടപ്പെട്ടു. അപ്പയുടെ അമ്മയുടെ ഫേവറേറ്റ് സ്ഥലം. അതെ, എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആൻഡ് ഫുഡ് അവസാനിപ്പിക്കുന്നത് വെലൻസിയ പലയില. സോ ദിസ് ഈസ് റാബിറ്റ് ആൻഡ് ചിക്കൻ. റിവ്യൂ പറയാൻ വയ്യ, വെരി ടയർഡ്. റാബിറ്റ് ഉണ്ട്. നോ, യു ഈറ്റ് പാസ്ത. റാബിറ്റ് ആൻഡ് ചിക്കൻ. ഇത് ബേക്കൺ കാർബണാറ പാസ്ത, ഒരു ചോക്ലേറ്റ് കേക്ക്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷമം വരാതെ ഇരിക്കണ്ട. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും എന്നോട് ഫുഡ് റിവ്യൂ കുറയ്ക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കുറയ്ക്കുവാണ്. ഇതിന്റെ മാത്രം ടേസ്റ്റ് പറയാം, ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ ഡെസേർട്ട്. ഇതിന്റെ ലെയർ നോക്ക്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡീറ്റെയിൽ ആയി പറയേണ്ടി വരും, കുഴപ്പമില്ല. ഇത് പാഷൻ ഫ്രൂട്ട് ആണ്, പിന്നെ ചോക്ലേറ്റ് കേക്ക്, ഒരു ക്രീം ആൻഡ് ചോക്ലേറ്റ് ക്രീം ആൻഡ് ഹേസൽനട്ട്, ടോപ്പിൽ ഡാർക്ക് ചോക്ലേറ്റ്. അടിപൊളി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. നാളെ വീണ്ടും ഒരു വളരെ ഇതുപോലത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമായിട്ടായിരിക്കും വരുന്നത്. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ പറ. ബൈ ഡൺ എന്ന് പറ. ഓ ബൈ. ശാശയുടെ ബൈ. ഓക്കെ ബൈ. ബൈ.